ഇതേ ഒരു മാങ്കുഞ്ഞ്. ഹൈ 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 എടാ നിൽക്കണോടാ. ആ ഇവിടെ ഈ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് കേട്ടോ UK. പിന്നെ കാണുന്നതാണ് കുറുക്കൻ. ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം, എപ്പോഴേലൊക്കെ മുമ്പിൽ ചാടും. പക്ഷെ ഇവർ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ. ഉമ്മമാരെ നമുക്ക് ആക്സിഡൻ്റ് ഉണ്ടാക്കാൻ. ഞാൻ കാറിടിച്ച് വന്നതിനെ ഞാൻ കൊന്നിട്ടുണ്ട് ഉമ്മാനെ. അതവിടെ നിയമവിധമൊന്നുമല്ല, അത് ഇടിച്ചു കഴിഞ്ഞാൽ ഇടിച്ചു അത്രേ ഉള്ളൂ. അതിൻ്റെ അകത്ത് വേറെ ഇപ്പം ചെയ്യാനില്ല. പുറകെ വരുന്ന വണ്ടിക്കാർക്ക് എടുക്കാം, നമുക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു റൂളുണ്ട് ഇവിടെ, വീടാണ്. ബട്ട് പക്ഷെ കാറിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല. കുഞ്ഞുമാനെയൊക്കെ ഇടിച്ചാലൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വലിയ മാനെയൊക്കെ ഇടിക്കണമെങ്കിൽ കാറ് പൊളിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ നമ്മുടെ ഈ ബൈക്കിൻ്റെ കാര്യം എന്തായിരിക്കും. ഭയങ്കര റിസ്ക്കാണ് ഇവന്മാരുള്ളതുകൊണ്ട്. But still, I would prefer to ride a motorbike than anything else. Well, this give me more peace of mind and comfort. Oh yeah, അവിടെ ഒരു സുപ്രയല്ലേ കിടന്നേ. വേണ്ട, അപ്പം ഇനി തിരിച്ചു പോകണ്ട. അത്യാവശ്യം വെട്ടിച്ചുണ്ട് കാര്യമുണ്ട്. ഞാൻ ആ സുപ്ര അതിന് മുമ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ. റൗണ്ടോട്ട് എടുക്കുമ്പോഴൊക്കെ ഞാൻ കയറി പോകുന്നുണ്ട്. എനിവേ, എൻ്റെ ഫ്യൂച്ചർ സീരീസിൽ എപ്പോഴെങ്കിലും ഞാൻ സുപ്ര മുതലാളിനെ പോയി ഇപ്പോൾ കണ്ട് പരിചയപ്പെട്ടിട്ട് സുപ്രയുടെ ഇൻറ്റീരിയറൊക്കെ ഒരു വീഡിയോ എടുത്ത് പിന്നെ ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിക്കാം. നമ്മൾ മോട്ടോർ ബൈക്ക് എൻതൂസിയാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഐ മീൻ വി ലൈക്ക് കാർസ്. എല്ലാ കാറും അല്ല, there are some special cars we adore a lot അല്ലേ. സുപ്ര അത് പഴയ സുപ്ര ആയാലും ഈ സുപ്ര ആയാലും എല്ലാം സുപ്ര ഈസ് സുപ്ര. doesn't matter if it's BMW engine or not. ശരി, BMW ഡ്രൈവ് ട്രെയിനൊക്കെ ആണെങ്കിലും സുപ്ര is tuned in a different way by Toyota. So yeah, anyways, I'll be making another video as well. ഇതിനെ അതുപോലെ ലേണറാണ്, കണ്ടിട്ടൊരു ലേണർ ലുക്കുണ്ട്. വീഡിയോ പയ്യെ പോവാം. ഇത് പൈസ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഇങ്ങോട്ട് ബ്ലാസ്റ്റ് വന്നിട്ടാണ് നെഞ്ചത്തും മൂന്നും അടിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ അത് വലിയ പ്രശ്നമില്ല. കാരണം തണുത്ത കാറ്റടിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട്. നമ്മുടെ നെഞ്ചത്തൊക്കെ നല്ലൊരു ടെൻഡർനെസ് ഫീൽ ചെയ്യും കുറച്ച് കഴിയുമ്പോഴേക്കും. വേദനയും തൊടുമ്പോൾ വേദനയും ടെൻഡർനെസ്സൊക്കെയാണ്. എനിവേസ്, this is a very fun way to commute in the UK. നാട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു റോയൽ എൻഫീൽഡ് 500 ആയിരുന്നു. പിന്നെ പല വണ്ടികൾ യൂസ് ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് 500 മാത്രമല്ല. I had the very first bike. I believe I rode was Thunder Plus. എൻ്റെ കൂട്ടുകാരൻ്റെ ടിജു എന്ന് പറഞ്ഞ ചേട്ടൻ്റെ വണ്ടിയായിരുന്നു. Thunder Plus ആണെന്ന് എനിക്ക് തോന്നുന്നു. നോട്ട് എക്സാക്ട്ലി റിമെമ്പർ.
പിന്നെ എൻ്റെ ചേട്ടൻ്റെ 180 ഉണ്ടായിരുന്നു, 150 ഉണ്ടായിരുന്നു, പൾസർ 150. പിന്നെ ചേട്ടൻ്റെ 180, പൾസർ 180. ഞാൻ അങ്ങനെ വേറെ ആരുടെയും കൊണ്ട് ഇങ്ങനെ ഓടിക്കാറില്ല. പിന്നെ എൻ്റെ ആൻഡ്രോയിഡ് ഒരു ഹീറോ പ്ലഷർ, അതിൽ കുറേ എണ്ണം ഓടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടി, ഒരു അങ്ങനെ പല വണ്ടികൾ. ഇപ്പം അടുത്ത മൊമെൻറ്റ് കറൻ്റ് നാട്ടിലെനിക്ക് ഉള്ളതൊന്നും ഇലക്ട്രിക് വണ്ടിയുണ്ട് പപ്പായ്ക്ക്. പിന്നെ ഒരു RX 135 ഉണ്ട്, പിന്നെ ഒരു പൾസർ 220, അങ്ങനെ CBR 250. അത് എൻ്റെ സ്വന്തം എന്ന് ചോദിച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. ബട്ട് അതെൻ്റെ സ്വന്തം വണ്ടി പോലെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. സോ അടുത്ത മൊമെൻറ്റ് ഈ വണ്ടികളൊക്കെയാണ് നാട്ടിലുള്ളത്. ഇവിടെ വന്നിട്ട് എൻ്റെ എന്താ 500 എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എനിക്കത് കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ. റിഗ്രറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഐ ഡു റിഗ്രറ്റ് ഇറ്റ്. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ്, ആ സമയത്ത് എനിക്കിത് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ എപ്പോഴെങ്കിലും അത് തിരിച്ച് മേടിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ വാങ്ങും. അതെന്തായാലും ഉറപ്പാണ്. നമ്മൾ ആണുങ്ങൾക്കുള്ള ചില സംഭവങ്ങളാണല്ലോ അതൊക്കെ. Hopefully God willing I will buy that back. Anyway, so നാട്ടിലെ എന്താ പറയുക, ഒരു 18 വയസ്സ് തൊട്ട് ഒഫീഷ്യലി ഓടിക്കാൻ തുടങ്ങിയപ്പോൾ എക്സ്പീരിയൻസിലും എല്ലാം അതിന് ശേഷമാണെങ്കിലും I always prefer a motorbike rather than യൂസിങ് എ കാർ.